ശ്രീ ബി ജയരാജ്, PFI തന്നെയാണ് SDPI, രണ്ടും ഒന്ന് തന്നെ എന്നാണ് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം SDPIക്ക് വോട്ട് സ്വാധീനമുണ്ട്. പല മണ്ഡലങ്ങളിലും അവർ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരാനിരിക്കുകയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും പരസ്യമായി തന്നെ അവരുടെ അനുഭവം ആർക്കാണ് എന്നുള്ളത് മണ്ഡലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പ്രഖ്യാപിക്കാറുമുണ്ട്. പക്ഷേ ഇടത് വലത് നയം ഇനി എന്തായിരിക്കും? PFI നയവും ജിഹാദി നയരൂപീകരണവും വച്ചു പുലർത്തുന്ന SDPI വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇനിയെങ്കിലും കാണിക്കുമോ? അതോ ഇതുവരെയുള്ള പറഞ്ഞു പരത്തിയ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി, ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരസിക്കുന്നത് എന്തിന് എന്നുള്ള അതേ ലാഘവത്വം തന്നെ ആയിരിക്കുമോ? രോഹിണി, താങ്കൾ ചോദിച്ചൊരു ചോദ്യം, SDPIയും PFIയും ഒന്ന് തന്നെയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ SDPIയിലോട്ട് ആളുകൾ പോയി. SDPI PFIയുടെ കയ്യിലായി എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ ഇടത് വലത് മുന്നണികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതിന് എനിക്ക് എതിരെ അഭിപ്രായമുണ്ട്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ, ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചപ്പോൾ, ഡോക്ടർ സരിൻ ഇടയ്ക്ക് മത്സരിച്ചപ്പോൾ, എതിരായിട്ട് മത്സരിച്ച സമയത്ത് SDPIക്കാർ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ SDPIക്കാരുടെ വോട്ട് വേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇടതുപക്ഷമായിരുന്നു. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ കേസ്, ഇപ്പോഴത്തെ ഈ കേസുണ്ടല്ലോ, ഈ ഹവാല ഇടപാടും മണി ലോണ്ടറിയും ഈ കള്ളപ്പണ ഇടപാടും ഒക്കെയുള്ള കേസ്, ഈ കേസ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് ഇന്ന് ED കണ്ടെത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് മുഹമ്മദ് കുട്ടി ഫൈസിയെ പിടിച്ചിരിക്കുന്നത്. മുഹമ്മദ് കുട്ടി ഫൈസി എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് മലയാളിയാണ് എന്ന് എല്ലാവരും അറിയട്ടെ എന്നുള്ളത് കൊണ്ടാണ് മുഹമ്മദ് കുട്ടി ഫൈസി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതാവെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഏതെങ്കിലും നോർത്ത് ഇന്ത്യക്കാരനാണെന്ന് ആളുകൾ ധരിക്കും. അപ്പോൾ ഇത്തരം പണ ഇടപാടുകൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്, ഹവാല പ്രത്യേകിച്ച് ഇടപാടുകളൊക്കെ അന്വേഷിക്കാനായിട്ട് കേന്ദ്ര സേനയ്ക്ക് മാത്രമേ കഴിയൂ, NIA അല്ലെങ്കിൽ EDക്ക് മാത്രമേ കഴിയൂ. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികൾ ചോദിക്കുകയും അതിന് കൃത്യമായ റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു DGP ആരെങ്കിലും കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അത് രഹസ്യ കൂടിക്കാഴ്ചയായിട്ട് വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും രീതിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ സമൂഹം നമുക്ക് ഉണ്ട്. ഇതുപോലെ ഇവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇതൊന്നും മതരാഷ്ട്രവാദികൾ ഇവരുടെ എല്ലാം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് ഇവിടെ ചർച്ച ഞാൻ കേട്ടിട്ടുണ്ടെന്ന് കുറച്ച്. അപ്പോൾ അതിനകത്ത് പറഞ്ഞതുപോലെ ഇവർ ഈ ദളിത് ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട്, അംബേദ്കറിൻ്റെ പടം എടുത്തുകൊണ്ട്, റിപ്പബ്ലിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്രവാദമാണ് ഇവർ വിഭാവനം ചെയ്യുന്നത്. അത് ഭാരതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്ത് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ ഇത്തരം ആളുകളെ യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാനും പാടില്ല. ഇത്തരം ആളുകളെ കൽത്തുറങ്കിൽ അടക്കി തന്നെ വേണം. അത് വർഷങ്ങളോളം പുറത്തു വരാത്ത രീതിയിൽ ഉള്ള നടപടി തന്നെ എടുത്ത് അകത്തിടേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇവർ പിന്നീട് പുറം ലോകം കാണാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് അതുപോലെ ഉണ്ടാകുമോ? കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിലടക്കം SDPI LDF ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പഞ്ചായത്തുകളുടെ പേരുകൾ എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും ഇതിനൊക്കെ ഒരു കണ്ണു തുറക്കൽ എപ്പോഴായിരിക്കും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പലപ്പോഴും ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ആ പ്രദേശത്ത് സ്വാധീനമുള്ള ആളുകൾ, അത് വ്യക്തികൾക്ക് കിട്ടുന്ന വോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെയല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്തുണ സ്വീകരിക്കുക, എന്നിട്ട് ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പിലെ SDPIക്കാർ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഏതവസ്ഥയിലൂടെയും ഏത് ഭീകരവാദിയാണെങ്കിലും രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും ശരി തന്നെ ഞങ്ങൾക്ക് അധികാരത്തിൽ വേണം എന്ന് പെട്ടെന്ന് കരുതുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ യാതൊരു മറയില്ലാതെ അവർ വോട്ട് തരാമെന്ന് SDPI LDFനും പ്രഖ്യാപിച്ചിരുന്നല്ലോ. പാലക്കാടും ആലപ്പുഴയിലും LDF UDF പിന്തുണയാണല്ലോ പ്രഖ്യാപിച്ചത്. അവിടെയൊന്നും വേണ്ട എന്ന് കണ്ടില്ല. അന്ന് പറഞ്ഞ ഒരു സ്ഥിരം പല്ലവിയാണ് നേരത്തെ പറഞ്ഞത്. ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് എങ്ങനെ പറയും? അവരുടെ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ. അല്ലാതെ ആർജവത്തോടുകൂടി SDPI വോട്ട് വേണ്ട എന്ന് ഒരു
പൊതുമധ്യത്തിലും പറഞ്ഞു കേട്ടില്ല. ആ വാർത്തകളടുത്തൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ രോഹിണിക്ക് അത് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് SDPI കാരൻ്റെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. SDPI കാരൻ്റെ പിന്തുണ വേണം, SDPI കാരൻ്റെ വോട്ട് സ്വീകരിക്കും, അവർ വോട്ട് തരാമെന്ന് പറഞ്ഞാൽ തരും എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ്. അത് വളരെ കൃത്യമായിട്ട് പൊതുസമൂഹത്തിലുള്ളതാണ്, അതിൻ്റെ റെക്കോർഡുകളുള്ളതാണ്. MM ഹസനാണ് പറഞ്ഞത് ആരെങ്കിലും വോട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന്. അവിടെ പ്രകടനം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പ്രകടനം നടത്തിയത് SDPI കാരായിരുന്നു. അപ്പോൾ SDPI കാരുടെ വോട്ടോടുകൂടി ഈ മതരാഷ്ട്രവാദികളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല, ഒരു കാരണവശാലും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇടതു വലതു മുന്നണികൾ എന്നുള്ള പ്രയോഗം അവസാനിപ്പിച്ചിട്ട് വലതു മുന്നണി അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും രാജ്യത്തിന്റെ രാജ്യ താല്പര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും. ശ്രീ ബി ജയരാജ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല തദ്ദേശ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നതിലെ ആ ഒരു ലോജിക്ക് മനസ്സിലാകുന്നില്ല. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബാന്ധവമാകാം, വലിയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നു. അതുതന്നെ ഒരു അടവ് നയമല്ലേ? അങ്ങനെയല്ല, അത് അടവ് നയത്തിന്റെ ഭാഗമൊന്നുമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആളുകളെ മാനിക്കുന്ന വികാരം, ആളുകളെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? രാഷ്ട്രീയപരമായിട്ടാണോ? തികച്ചും രാഷ്ട്രീയമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അല്ലല്ലോ, അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. സ്വാധീനമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തി പ്രഭാവം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില ആളുകൾ പിന്തുണ കൊടുത്തേക്കാം, ചില ആളുകൾ പിന്തുണ കൊടുത്തിരിക്കാം. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആർജവത്തോടെ തന്നെ പറയുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരം വർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ട, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ശരി, പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് വ്യക്തി പ്രഭാവമാണ് ശ്രീ ബി ജയരാജ്? ഇവരുടെ നയവും പ്രവർത്തനങ്ങളും ഒക്കെ വ്യക്തമാകുമ്പോൾ ഈ വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് എന്ത് പ്രഭാവത്തിന്റെ പുറത്താണത് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല.